കാമുകനൊപ്പം ജീവിക്കാൻ നൊന്തു പ്രസവിച്ച മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന യുവതി. കേരളത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകം. 10 വർഷം മുൻപ് സ്വാസിക എന്ന 4 വയസ്സുകാരിയെയും അവളുടെ മുത്തശ്ശിയെയും കൊലപ്പെടുത്തിയ സംഭവം ഇന്നും ഹൃദയം നുറുകുന്ന വേദനയോടെ നമ്മൾ ഓർക്കുന്നുണ്ട്. ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ അനുശാന്തിയും കാമുകൻ നിനോ മാത്യുവും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി നടത്തിയ നിഷ്ഠൂരമായ ഇരട്ടക്കൊല. ആ കേസിൽ വിചാരണ കോടതി നിനോ മാത്യുവിന് തൂക്കുകയർ വിധിച്ചതാണ്, അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും. എന്നാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് 1-ാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു. പകരം പരോളില്ലാതെ 25 വർഷം തടവ്. ആ കേസിൽ എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. അറേബ്യയിലെ എല്ലാ സുഗന്ധ ലേപനങ്ങൾ കൊണ്ടും കൈ കഴുകിയാലും ഈ പാപക്കറം മായ്ക്കാനാകില്ല. ആറ്റിങ്ങലിലെ ഇരട്ട കൊലപാതകത്തിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയും 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ചുകൊണ്ട് 2016-ൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞതാണിത്. അതെ, ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കിയെങ്കിലും കൊലയാളികൾ ഒരിക്കൽ പുറത്തിറങ്ങിയാലും ആ പാപഭാരം അവരുടെ തലയ്ക്ക് മുകളിൽ തന്നെയുണ്ട്. കാരണം ഈ നാട് അത്രയ്ക്കും വെറുക്കപ്പെട്ടവരായി കാണുന്നവരാണ് നിനോ മാത്യുവും അനുശാന്തിയും. ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ റദ്ദാക്കിയാണ് ഹൈക്കോടതി 25 വർഷം പരോളില്ലാതെ ശിക്ഷ വിധിച്ചത്. അതേസമയം അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്ത ശിക്ഷ ശരിവെക്കുകയും ചെയ്തു. ഏപ്രിൽ 16-നാണ് ആറ്റിങ്ങലിലെ വീട്ടിൽ കയറി നിനോ മാത്യു കാമുകിയുടെ 3.5 വയസ്സുള്ള മകൾ സ്വാസ്തികയെയും ഭർത്തൃമാതാവ് ഓവനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. ആക്രമണത്തിൽ അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷിനും ഗുരുതരമായി പരിക്കേറ്റു. കേസിൽ 1-ാം പ്രതി നിനോ മാത്യുവിന് വധശിക്ഷയും 2-ാം പ്രതി അനുശാന്തിക്ക് ഇരട്ട ജീവപര്യന്തവും വിധിച്ച വിചാരണ കോടതി തീരുമാനം ചോദ്യം ചെയ്ത് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസിൽ 1-ാം പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി കുറച്ചു. പകരം 25 വർഷം പരോളില്ലാതെ ശിക്ഷ അനുഭവിക്കണം. 2-ാം പ്രതി അനുശാന്തി ശിക്ഷ ഇളവ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളുകയും ചെയ്തു. അനുശാന്തിയുടെ ഇരട്ട ജീവപര്യന്തം ജസ്റ്റിസുമാരായ PV സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവർ ശരിവെക്കുകയായിരുന്നു. നിനോ മാത്യുവിന്റെ ജയിലിലെ മിറ്റിഗേഷൻ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് കോടതി വധശിക്ഷ ജീവപര്യന്തമാക്കിയത്. നിനോ മാത്യു ജയിലിൽ സഹതടവുകാരോട് നന്നായി പെരുമാറുന്നതും ഇയാൾക്ക് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്നതും ഭാവിയിൽ മാനസാന്തരത്തിനുള്ള സാധ്യതയായി കോടതി കണക്കിലെടുത്തു. അതേസമയം 1-ാം പ്രതിക്ക് വധശിക്ഷ ഒഴിവാക്കിയതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. പ്രതികൾക്ക് തൂക്കുകയർ വിധിക്കണമെന്ന് കൊല്ലപ്പെട്ട ഓമനയുടെ ഭർത്താവ് പ്രതികരിച്ചു. എനിക്ക് യമനെ തൂക്കിലേറ്റുന്നതൂടെ കണ്ട് മരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് സാധിച്ചില്ല. യവനെ ഇത് രണ്ടും ഇപ്പം പറഞ്ഞ കണക്ക് അവർ ശരിയായ ശിക്ഷ അനുഭവിക്കണമെന്നുള്ളത് അതിനുവേണ്ടി മാത്രം ജീവിക്കുകയാണ് ഞാൻ. വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ഒന്നുമില്ല, ഒരു കാര്യവുമില്ല. ഇന്നിപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ഇവൻ 2 എണ്ണത്തിന് ഇവനെ ഈ ലഹരിയാണെന്നുള്ളതിന് നല്ലൊരു ഇതാണ്. എന്താണെന്നറിയാം, ഇവൻ ഈ 2 എണ്ണത്തിനെയും തീർത്തിട്ട് ഇവൻ 3/4 മണിക്കൂറോളം ഇവിടെ ഇരുന്നു. ടെക്നോ പാർക്കിലെ ജീവനക്കാരായിരുന്നു നിനോ മാത്യുവും അനുശാന്തിയും. അനുശാന്തിയുമായുള്ള സൗഹൃദം ഒരുമിച്ച് ജീവിക്കണമെന്ന തീരുമാനത്തിലെത്തിയപ്പോൾ തടസ്സം ഒഴിവാക്കാനായിരുന്നു ക്രൂരമായ കൊലപാതകം. കൃത്യത്തിനായി വീടിന്റെ മുഴുവൻ ദൃശ്യങ്ങളടക്കം ആഴ്ചകൾക്ക് മുൻപേ നിനോ മാത്യുവിന് കൈമാറിയ അനുശാന്തി കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയായി. മാസങ്ങളുടെ തയ്യാറെടുപ്പിൽ കൊലപാതകത്തിന് പ്രതികൾ കൗണ്ട് ഡൗൺ നടത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രതികളായ നിനോ മാത്യുവും അനുശാന്തിയും പരസ്പരം അയച്ച 40,000-ഓളം സന്ദേശങ്ങളാണ് കേസിൽ പരിശോധിച്ചത്. കേസിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി.
ന്യൂസ് 18 കൊച്ചി. ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് പണ്ടാരക്കോണം ലെയിനിലെത്തിയാൽ ഇപ്പോഴും കുഞ്ഞു സ്വാസികയുടെ ഓർമ്മകളുണ്ട്. കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ആ കുരുന്നിനെ സ്വന്തം അമ്മയുടെ വൃത്തികെട്ട മനസ്സാണ് ഈ ലോകത്തു നിന്നും പറിച്ചു മാറ്റിയത്. ടെക്നോ പാർക്ക് ഉദ്യോഗസ്ഥരും കമിതാക്കളുമായ നിനോ മാത്യുവും അനുശാന്തിയും നടത്തിയത് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു. കാമുകനൊപ്പം ജീവിക്കാനായി 4 വയസ്സുകാരിയായ മകളെയും ഭർത്തൃമാതാവിനെയും കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന അനുശാന്തി മാതൃത്വത്തിന് തന്നെ അപമാനമെന്നാണ് വിചാരണ കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞത്. നിനോ മാത്യുവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അന്ന് തൂക്കുകയർ വിധിച്ചത്. ഏപ്രിൽ 16 ഉച്ച കഴിഞ്ഞുള്ള സമയം. ആറ്റിങ്ങലിന് സമീപം ആലങ്കോട് അവിക്സ് ജംഗ്ഷനടുത്തുള്ള പണ്ടാരക്കോണം ലൈനിൽ നിന്ന് വലിയ നിലവിളി ശബ്ദം കേട്ടു. അവിടെ താമസിക്കുന്ന 58 വയസ്സുള്ള ഓമന, ചെറുമകൾ സ്വാസ്തിക എന്നിവരെ കൊലപ്പെടുത്തുകയും ഓമനയുടെ മകനും സ്വാസ്തികയുടെ അച്ഛനുമായ ലിജീഷിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത വാർത്ത കേട്ട് കേരളം നടുങ്ങി. ഭർത്താവിനെയും മകളെയും ഒഴിവാക്കാൻ ലിജീഷിന്റെ ഭാര്യ അനുശാന്തി കാമുകൻ നിനോ മാത്യുവിനൊപ്പം ചേർന്ന് നടപ്പാക്കിയ ക്രൂരതയായിരുന്നു ഇരട്ട കൊലപാതകവും വധശ്രമവും. അനുശാന്തിയെ തന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിനോ മാത്യു അയച്ച സന്ദേശം സംഭവം നടന്നതിന് 10 ദിവസം മുൻപ് ലിജീഷ് കണ്ടതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്ന് ഏറെ ഗൂഢാലോചന നടത്തിയാണ് ഏപ്രിൽ 16 രാവിലെ 10:45 ഇരുവരെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അനുശാന്തിയുടെ നിർദ്ദേശപ്രകാരം നിനോ മാത്യു ഓഫീസിൽ നിന്നിറങ്ങിയത്. തുടർന്ന് ആറ്റിങ്ങലിൽ ലിജീഷിന്റെ വീട്ടിലെത്തി. ആ സമയം ലിജീഷ് പുറത്തായിരുന്നു. വീട്ടിൽ കയറി ഓമനയോട് ലിജീഷിന്റെ സുഹൃത്താണെന്നും ലിജീഷിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനും ആവശ്യപ്പെട്ടു. ഓമന ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞയുടൻ സ്റ്റിക്ക് കൊണ്ട് തലയിൽ അടിച്ചു വീഴ്ത്തി. ഓമനയുടെ കയ്യിൽ നിന്ന് താഴെ വീണ സ്വാസ്തികയെയും കൊലപ്പെടുത്തി. കവർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊല എന്ന് വരുത്താൻ ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ അപഹരിച്ചു. അരമണിക്കൂർ കഴിഞ്ഞ് ലിജീഷ് എത്തിയപ്പോൾ വീട് അകത്തുനിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പുറകുവശത്ത് നോക്കി തിരികെ എത്തിയപ്പോൾ വാതിൽ തുറന്നിട്ടിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ മറഞ്ഞു നിന്ന നിനോ മാത്യു കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ ശേഷം ലിജീഷിനെ വെട്ടി. തലയിലും കാതിലും വെട്ടേറ്റ ലിജീഷ് അലറി വിളിച്ചു പുറത്തേക്കോടി. നിനോ മാത്യു പുറകിലെ മതിൽ ചാടി ഓടി ബസ്സിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു. അന്ന് 3:30 അനുശാന്തിയുടെ സഹോദരൻ അനൂപ് ടെക്നോ പാർക്കിലെത്തിയപ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ അനുശാന്തി മാമത്തെ വീട്ടിലേക്ക് പോയി. കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നതിനോ ഭർത്താവിനെ ആശുപത്രിയിൽ കാണുന്നതിനോ അവർ തയ്യാറായില്ല. അന്നു രാത്രി 9 തന്നെ നിനോ മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും അനുശാന്തിയുടെ പങ്കും വ്യക്തമായി. രാത്രി 11 അനുശാന്തിയെയും അറസ്റ്റ് ചെയ്തു. ടെക്നോ പാർക്കിലെ IT സ്ഥാപനത്തിലെ പ്രോജക്ട് മാനേജരായിരുന്ന നിനോ മാത്യുവും ടീം ലീഡറായിരുന്ന അനുശാന്തിയും തമ്മിൽ ഉടലെടുത്ത അതിരുവിട്ട പ്രണയമാണ് ഇരട്ട കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ന്യൂസ് 18 തിരുവനന്തപുരം. 3 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് പത്തനംതിട്ട കോന്നി സ്വദേശികളായ ആശിഷും ആര്യയും. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ദമ്പതികൾ പതിയെ പതിയെ ഭർത്താവിൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. നിസ്സാര കാരണങ്ങളുടെ പേരിൽ ആര്യയെ അയാൾ ക്രൂരമായി മർദ്ദിക്കാനും മാനസികമായി പീഡിപ്പിക്കാനും തുടങ്ങി. കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ. ഒടുവിൽ എല്ലാം സഹിച്ച് മടുത്ത് യുവതി 3 ദിവസം മുൻപ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചു. സംഭവത്തിൽ ഭർത്താവ് ആശിഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആര്യയെ കോന്നി പയ്യാനാമണ്ണിലെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. ഭർത്താവിന്റെ നിരന്തര പീഡനവും മർദ്ദനവുമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കോന്നി വട്ടക്കാവ് സ്വദേശികളായ ആര്യയുടെയും ആശിഷിന്റെയും പ്രണയവിവാഹമായിരുന്നു.
3 വർഷം മുൻപാണ് ഇരുവരും വിവാഹിതരായത്. തുടർന്നുള്ള കുടുംബ പ്രശ്നങ്ങളും പീഡനവുമാണ് ആര്യയുടെ ആത്മഹത്യക്ക് കാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. തള്ളയും മോനും കൂടാണ് ഉപദ്രവിക്കുന്നത്. അവർ ചീത്ത വിളിക്കും, വന്നിട്ട് ഇവളൊറ്റ പറയും. അപ്പം മോനോട് പറയും, അടിക്കാൻ പറയും, മോനടിക്കും. അങ്ങനെയാണ് ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ കാറെടുക്കാം ഞങ്ങളോട് കരരസീത് ചോദിച്ചു. ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ ഇവിടെ വസ്തുവില്ല, എനിക്ക് കരരസീതില്ല. അപ്പോൾ അച്ഛൻ്റെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛൻ്റെ പേരിൽ വസ്തു കൊണ്ട് കരമടച്ച രസീത് ഒരാൾക്ക് ജാമ്യം നിന്നേക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ വഴക്കുകളെല്ലാം ഉണ്ടായത്. കാർ വാങ്ങാൻ വായ്പയെടുക്കാൻ ആശിഷ് ഭാര്യയെ നിർബന്ധിച്ചിരുന്നു. സംഭവത്തിന്റെ തലേദിവസം വായ്പ ശരിയാക്കാനായി ഇരുവരും പോകുകയും ഇടയ്ക്ക് വഴക്കുണ്ടായതിനെ തുടർന്ന് ആര്യയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആശിഷും മാതാവും വായ്പയുടെ കാര്യത്തിനായി പോയപ്പോഴാണ് ആര്യ ജീവനൊടുക്കിയത്. അതിനു മുമ്പ് സ്വന്തം അമ്മയെ ഫോണിൽ വിളിച്ച പീഡനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായും പോലീസ് പറയുന്നു. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ആശിഷിനെ കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കാസർഗോഡ് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് പോലീസിന് ഏറെ വെല്ലുവിളി ഉയർത്തിയതാണ്. പ്രതിയെ തിരിച്ചറിയാൻ കഴിയാതെ ഒരു ഘട്ടത്തിൽ പതറിയ പോലീസിന് CCTV ദൃശ്യങ്ങളാണ് തുമ്പായത്. പ്രതിയെ തിരിച്ചറിഞ്ഞെങ്കിലും വിചിത്ര സ്വഭാവക്കാരനായ അക്രമിയെ കണ്ടെത്താൻ ഏറെ പാടുപെട്ടു. ഒടുവിൽ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുടക് സ്വദേശിയായ പ്രതിയെ പിടികൂടിയത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് ബന്ധപ്പെട്ടതോടെയാണ് പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതി ഒടുവിൽ പിടിയിൽ. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കുടക് സ്വദേശിയായ ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ഈ മാസം 15 പുലർച്ചെ 2:30 പ്രതി അതിക്രമം നടത്തിയത്. പിന്നീട് ഇയാൾ കർണാടകയിലേക്ക് കടക്കുകയായിരുന്നു. പോലീസ് പിടികൂടുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പ്രതി ആന്ധ്രയിലേക്ക് കടന്നത്. സ്വന്തമായി ഫോൺ ഉപയോഗിക്കാത്ത ഇയാൾ മറ്റൊരാളുടെ ഫോണിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. ആന്ധ്രയിലെത്തിയ പോലീസ് സംഘം നടത്തിയ രഹസ്യ നീക്കത്തിലാണ് പ്രതി പിടിയിലായത്. കാസർഗോഡ് എത്തിക്കുന്ന പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കും. ശനിയാഴ്ചയായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. പ്രതിക്കെതിരെ മേൽപ്പറമ്പ് പോലീസിൽ ബന്ധുവായ 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചതിന് കേസുണ്ട്. മടിക്കേരി, സുള്ളിയ എന്നിവിടങ്ങളിൽ മാല കവർച്ച കേസുകളിലും ഇയാൾ പ്രതിയാണ്. അതിക്രമത്തിനിരയായ പെൺകുട്ടിയുടെ വീടിന് 500 മീറ്റർ മാത്രം അകലെയാണ് ഇയാളുടെ താമസം. ഈ വീട്ടിലും ഇപ്പോൾ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കുരുന്നുകളെപ്പോലും കാമക്കണ്ണുകളോടെ നോക്കുന്ന ചില ലൈംഗിക വൈകൃതമുള്ളവരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെയുള്ളവർ ഇവിടെ ജീവിക്കുന്നത് പോലും ഈ നാടിന് ആപത്താണ്. പത്തനംതിട്ട കോന്നി സ്വദേശിയും റിട്ടയർഡ് റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന സുരേന്ദ്രൻ ഇങ്ങനെയുള്ള വ്യക്തിയാണ്. 2021 അതായത് 3 വർഷം മുൻപാണ് ഇയാളുടെ തനി സ്വരൂപം എല്ലാവരും തിരിച്ചറിഞ്ഞത്. അയൽവാസികളായ 11 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ സുരേന്ദ്രന് കോടതി 75 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. പ്രതി 4,50,000 രൂപ പിഴയുമടയ്ക്കണമെന്ന് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതിയുടെ വിധിയിലുണ്ട്. പ്രതി സുരേന്ദ്രൻ ഐക്കാട്ടെ സ്വന്തം വീട്ടിൽ വെച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചത്.
ഭാര്യയില്ലാത്ത സമയത്ത് വീട്ടുമുറ്റത്ത് കളിക്കാനെത്തിയ കുട്ടികളെ വീട്ടിനുള്ളിൽ വെച്ചും ശുചിമുറിയിൽ വെച്ചുമാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയത്. പെൺകുട്ടികളിൽ ഒരാൾ അമ്മയോട് വിവരം വെളിപ്പെടുത്തിയതോടെയാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കൊടുമൺ പോലീസ് 2 വ്യത്യസ്ത കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളിൽ ഒരാളെ 4 വർഷമായി പല ദിവസങ്ങളിലും പ്രതി പീഡിപ്പിച്ചിരുന്നു. റിട്ടയേർഡ് റെയിൽവേ പോലീസ് ഓഫീസറായ പ്രതി സുരേന്ദ്രനെ 75 വർഷം കഠിന തടവിനും 4,50,000 രൂപ പിഴയടയ്ക്കാനുമാണ് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി ഷിബു ഡാനിയൽ ശിക്ഷിച്ചത്. ഒരു കാലത്ത് തന്നെ 2 കേസുകളും പ്രത്യേകം തെളിവെടുത്ത് വിചാരണ നടത്തി 2 കേസുകളിലും ഒരേ ദിവസം തന്നെ വിധി പ്രസ്താവിച്ചെന്ന പ്രത്യേകതയും ഈ കേസുകൾക്കുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. അക്രമവും ഗുണ്ടായിസവും തലസ്ഥാനത്ത് ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചൊരു സംഭവമുണ്ടായി. വിളപ്പിൽശാല സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. പട്ടാപ്പകൽ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ ഭയം തോന്നും. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പീഡിയാട്രിക് വിഭാഗത്തിന് സമീപമാണ് ഈ മർദ്ദനം നടന്നത്. വിളപ്പിൽശാല സ്വദേശി അനന്തുവിനാണ് മർദ്ദനമേറ്റത്. അനന്തു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഈ സമയം അടുത്തേക്കെത്തിയ 2 പേർ പൾസ് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തി. താൻ അതിനെ എതിർത്തു. ഈ സമയത്ത് അവർ ക്രൂരമായി മർദ്ദിച്ചു എന്ന മൊഴിയാണ് അനന്തു നൽകിയിട്ടുള്ളത്. 2 പേർ ഇങ്ങനെ മർദ്ദിക്കുന്നത് സമീപത്തുണ്ടായിരുന്ന വ്യക്തി മൊബൈലിൽ ചിത്രീകരിക്കുകയായിരുന്നു. അനന്തുവിൻ്റെ മൊഴി പോലീസ് കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അനന്തു എന്തിനാണ് അവിടെ എത്തിയത്, അനന്തുവും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാണ് എന്ന ചില സൂചനകളുണ്ട്. ഇവർ തമ്മിൽ മറ്റെന്തെങ്കിലും തർക്കമുണ്ടായോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മർദ്ദിച്ചവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മെഡിക്കൽ കോളേജ് പോലീസ് നടത്തുകയാണ്. ഇന്ത്യയിൽ നിന്നും ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിൽ അവയവ കച്ചവട റാക്കറ്റിലെ കണ്ണികൾക്കായി വലവിരിച്ചിരിക്കുകയാണ് പോലീസ്. മുഖ്യപ്രതി സാബിത്ത് നാസറിന് പിന്നാലെ ഒരാൾ കൂടി കേസിൽ പിടിയിലായി. എടത്തല സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത്. അതിനിടെ കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. സാബിത്ത് ഫോണിൽ നിരന്തരം ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ഇനിയുള്ള അന്വേഷണം. സാബിത്തിനെ തുടർച്ചയായി വിളിച്ചിരുന്ന 5 പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ നിലയിലാണ്. ഇറാനിലേക്കുള്ള മനുഷ്യക്കടത്തിന് സഹായമൊരുക്കിയത് ഇവരെന്നാണ് സംശയം. കേസിലെ പ്രതി സബിത് നാസർ ഇടനിലക്കാരനല്ലെന്നും മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു. ഇതിനു പിന്നാലെയാണ് പ്രതിയുമായി ബന്ധമുള്ള സംഘത്തെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുള്ളത്. പിടിയിലാകുന്നതിന് മുൻപ് സബിത്തുമായി 5 പേർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കഴിഞ്ഞ 5 വർഷമായി ഇറാനിൽ താമസിച്ചാണ് സബിത്ത മനുഷ്യക്കടത്ത് നിയന്ത്രിച്ചിരുന്നത്. അതിനാൽ മനുഷ്യക്കടത്തിന് നാട്ടിൽ നിന്ന് സഹായമൊരുക്കിയത് ഈ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കേസിൽ മുഖ്യ പങ്കുണ്ടെന്ന് സബിത മൊഴി നൽകിയ കൊച്ചി സ്വദേശി മധു ഇറാനിലാണെന്ന വിവരവും ലഭിച്ചിട്ടുണ്ട്. ഇയാളുമായി ചേർന്നാണ് സാമ്പത്തിക ഇടപാടുകളടക്കം കൈകാര്യം ചെയ്തിരുന്നതെന്നാണ് സബിത നൽകിയ മൊഴി. ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയാണ് പ്രതി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി ലഭിച്ചാലേ എത്ര തുകയാണ് ഇയാൾ കമ്മീഷനായി കൈപ്പറ്റിയതെന്ന കാര്യത്തിലും വ്യക്തത വരികയുള്ളൂ. വിശദമായ അന്വേഷണത്തിന് ഇറാനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഏറെ സമാധാനപരമായി കഴിഞ്ഞിരുന്ന നാട്, അവിടേക്ക് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗുണ്ട താമസിക്കാനായി എത്തുന്നു. ശല്യം സഹിക്കാൻ കഴിയാതെ നാട്ടുകാർ ഗുണ്ടയ്ക്കെതിരെ പരാതി കൊടുക്കുകയും പോലീസ് കാപ്പ ചുമത്തി ഇയാളെ ജയിലിലടക്കുകയും ചെയ്തു. ഈ ഗുണ്ടയുടെ ഭാര്യ ഇപ്പോൾ നാട്ടുകാരെ പോക്സോ കേസിൽപ്പെടുത്താൻ
വ്യാജ പരാതികൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പരാതി. തിരുവനന്തപുരം കരിക്കകത്താണ് പൊതുപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ പോക്സോ കേസുകൾ നൽകിയിരിക്കുന്നത്. ഒരു ഗുണ്ടയെ ഭയന്ന് നാട്ടുകാർ പൊതുയോഗം വിളിക്കേണ്ടി വന്ന കാഴ്ചയാണിത്. 2.5 വർഷം മുൻപാണ് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കരിക്കകത്ത് താമസക്കാരനായി എത്തിയത്. പിന്നെയുള്ളത് നാട്ടുകാർ പറയും. സ്ഥാനപ്പേര് പട്ടിസുജിത്ത് എന്നാണ്. ഇയാൾ ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം ഇയാൾ വെള്ളമടിക്കുമ്പോഴെല്ലാം റോഡിലിറങ്ങി ഇന്ന് പട്ടാപ്പകൽ വരുന്ന കാറുകൾ ചെറുക്കുക. ഈ ടെക്നോ പാർക്കിലുള്ള കുട്ടികൾ അവർ ചിലപ്പോൾ അവരുടെ സുഹൃത്തായിരിക്കും, ചിലപ്പോൾ അവരുടെ കുടുംബമായിരിക്കും. അവരെയൊക്കെ ചെറുത്ത് പരിശോധിക്കുക, ഞാനിവിടുത്തെ ആളാണെന്നൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഊരിയിട്ട് ഒരു ഭയപ്പെടുത്തുന്ന രീതിയിൽ കറുത്ത കണ്ണടയൊക്കെ വെച്ച് ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു കടയുണ്ട്, അവിടെ ഒരു പെൺകുട്ടിയാണ് നടത്തുന്നത്. ആ കുട്ടിയുടെ അടുത്ത് നിന്ന് അയാളുടെ ഏതോ ഒരു കള്ളക്കേസിന് സാക്ഷി പറയാൻ പറഞ്ഞു. ആ കുട്ടി പറഞ്ഞ് പൊക്കൂല എന്ന് പറഞ്ഞു. ഉടനെ ആ കുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചു വയ്ക്കുക, ആ കുട്ടിയെ ഉപദ്രവിക്കുക, ആ കടയെ അടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. കൃത്യമായി എല്ലാ നടപടികളും കൃത്യമായി, ഇല്ലെങ്കിൽ ഇവിടെയുള്ള എത്രയോ പേര് കേസിൽ അകപ്പെട്ടവനെ എഫ്ഐആർ ആയനെ ഇവൾ രക്ഷപ്പെടും, ഇവന് രക്ഷപ്പെടുവാൻ പോലീസ് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായ കാര്യങ്ങളെടുത്ത് എഫ്ഐആർ ഇടേണ്ട ഇല്ല എന്ന് കണ്ടെത്തി റിപ്പോർട്ട് കൊടുത്തെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി അവന് കാപ്പയായി. പോലീസിൽ പരാതി നൽകിയതോടെ കാപ്പ ചുമത്തി വിയ്യൂർ ജയിലിലേക്ക് മാറ്റി. അതോടെ ഗുണ്ടയുടെ ഭാര്യ നാട്ടുകാർക്കെതിരെ തിരിഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പോസ്റ്ററുകൾ കീറി രാഷ്ട്രീയ കലാപത്തിന് ശ്രമിച്ചു. പൊതുപ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ പോക്സോ കേസുകൾ നൽകി. അവനേക്കാൾ ഭീകരമാണ് അവൻ്റെ ഭാര്യ. ഈ തിരുവനന്തപുരം ജില്ലയിലെ ഒരു താമസ സ്ഥലത്ത് മുഴുവൻ ഈ സിത്താര എന്ന് പറയുന്ന അവളാണ് ഈ പ്രശ്നക്കാരി. സുജിത്ത് എന്ന് പറയുന്നവനെ കേസിൽ കൊടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് സ്ത്രീയാണ്. 2 പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ 4 ആളുകളുടെ പേരിൽ കേസ് കൊടുക്കും. അതെല്ലാം പോക്സോ എടുക്കുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് പോസ്കോ കാര്യം. അത് സിത്താര വന്ന അവരും മോളുമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ തടഞ്ഞു നിർത്തി പള്ളു വിളിച്ചെന്നും പറഞ്ഞാണ് കൊടുത്തത്. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കാര്യം അവിടെ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. നഷ്ടമായ സമാധാനം ഇനി എന്ന് തിരികെ ലഭിക്കുമെന്ന കാത്തിരിപ്പിലാണ് കരിക്കകം നിവാസികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും ഗുണ്ടകൾ വിലസുന്ന കാലമാണ്. കഴിഞ്ഞ ദിവസം വിളപ്പിൽശാലയിലാണ് യുവാവിന് നേരെ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണമുണ്ടായത്. കൊണ്ണിയൂർ സ്വദേശി വേണുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാഴ്ചയ്ക്ക് ശേഷം പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ടകളായ കാപ്പിക്കാട് അൻവർ, സൈദലി എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 18-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കൊണ്ണിയൂർ സ്വദേശി വേണുവിനെ കൊണ്ണിയൂർ പാലത്തിൽ നിന്നും വെള്ളത്തിൽ തള്ളിയിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ഇയാളെ വെള്ളത്തിൽ ചവിട്ടി താഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നു. സംഭവത്തിൽ കുപ്രസിദ്ധ ഗുണ്ടകളായ കാപ്പിക്കാട് കൊണ്ണിയൂർ ഈന്തവിള വീട്ടിൽ അമ്പിളി എന്ന അൻവർ, കൊണ്ണിയൂർ SA മൻസിലിൽ സയ്യ എന്ന സൈതലവി എന്നിവരെയാണ് വിളപ്പിൽശാല പോലീസ് പിടികൂടിയത്. ആക്രമണശേഷം ഇരുവരും നെയ്യാർ വനമേഖലയിൽ ഒളിവിലായിരുന്നു. കാട്ടാക്കട DYSP ജയകുമാറിന്റെ നിർദ്ദേശപ്രകാരം വിളപ്പിൽശാല ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാട്ടാക്കട, വിളപ്പിൽശാല, നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനുകളിൽ 10ഓളം കേസുകളിൽ ഇരുവരും പ്രതികളാണെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ഗുണ്ടകളെയും അക്രമികളെയും അമർച്ച ചെയ്യാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന നടത്തുമ്പോഴും അക്രമ പ്രവർത്തനങ്ങൾക്ക് കുറവൊന്നുമില്ല. കഴിഞ്ഞ മാസം കൊല്ലം ചിതറയിൽ പൊതുജന മധ്യത്തിൽ വെച്ച് മുസമ്മൽ എന്ന വിദ്യാർത്ഥിയെ ക്രൂരമായി ആക്രമിച്ചത് ഗുണ്ടാ നേതാവ് കൊട്ടിയം ഷിജുവും സംഘവുമാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷിജുവിനെ പോലീസ് ഒടുവിൽ പിടികൂടിയിരിക്കുന്നു. ഇയാളുടെ കൂട്ടാളി
തീപ്പൊരി ഷിബു എന്ന ഷിബുവിനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസമാണ് 18കാരനായ മുസമ്മിലിനു നേരെ പ്രതികൾ വധശ്രമം നടത്തിയത്. സുഹൃത്തുക്കളോടൊപ്പം കോച്ചിംഗ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവേ ബൈക്കിലെത്തിയ ഗുണ്ടകൾ ആക്രമണം നടത്തുകയായിരുന്നു. സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ കൊട്ടിയം ഷിജുവിനെയും തീപ്പൊരി ഷിബുവിനെയും മുസമ്മിൽ തിരിച്ചറിഞ്ഞില്ല എന്നതായിരുന്നു മർദ്ദന കാരണം. വിദ്യാർത്ഥികൾ കൂട്ടമായി നടന്നു വന്നപ്പോൾ മാറി നിൽക്കാൻ ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഗുണ്ടകളുടെ വരവ്. ഇത് കേട്ട് മുസമ്മിൽ മാറാൻ ശ്രമിക്കവേ കൊട്ടിയം ഷിജു സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി വന്ന് മാറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയും നിനക്ക് കൊട്ടിയം ഷിജുവിനെ അറിയില്ലേടാ എന്ന് ചോദിച്ച് ആക്രമിക്കുകയുമായിരുന്നു. 2 കൈകൾ കൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ച് ബസ്സിനോട് ചേർത്തുവെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായും മുസമ്മിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. കമ്പുകൊണ്ട് മർദ്ദനമേറ്റ് ബോധക്ഷയം സംഭവിച്ച മുസമ്മിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അടിയേറ്റ് വിദ്യാർത്ഥിയുടെ ചെവിക്ക് തകരാർ സംഭവിച്ചു. കൊലപാതക ശ്രമത്തിന് കേസെടുത്ത ചിതറ പോലീസ് 2ാം പ്രതി തീപ്പൊരി ഷിബുവിനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ പിടികൂടിയെങ്കിലും ഷിജുവിനെ പിടികൂടാനായിരുന്നില്ല. 1 മാസമായി കൊട്ടിയത്തെ ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നിടത്തു നിന്നാണ് ഷിജുവിനെ പിടികൂടിയത്. കടക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. 13 വർഷം മുൻപ് രാജ്യത്ത് നടുക്കിയ സംഭവമായിരുന്നു ബോളിവുഡ് നടി ലൈല ഖാനെയും 5 കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയ കേസ്. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് ലൈല ഖാന്റെ 2ാം അച്ഛൻ പർവേസ് തക്ക് കൂട്ടക്കൊല നടത്തിയത്. കേസിൽ പ്രതിക്ക് മുംബൈ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. പർവേസ് കുറ്റക്കാരനാണെന്ന് ഈ മാസം 9-ന് കോടതി കണ്ടെത്തിയിരുന്നു. ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ലൈല ഖാൻ, മാതാവ് സലീന, സഹോദരങ്ങളായ അസ്മിന, ഇമ്രാൻ, സാറ, ബന്ധു രേഷ്മ ഖാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഫെബ്രുവരിയിൽ ഇവരെ കാണാതായിരുന്നു. തുടർന്ന് 2012 ജൂലൈയിൽ നാസിക് ഇഗത്പുരിയിലെ ഫാം ഹൗസിൽ നിന്ന് ഇവരുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. സലീനയെ കാണാനില്ലെന്ന് കാട്ടി മുൻ ഭർത്താവ് പോലീസിൽ നൽകിയ പരാതിയുടെ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സ്വത്തുതർക്കം വാക്കേറ്റത്തിലെത്തുകയും തുടർന്ന് പർവേസ് സലീനയെ കൊലപ്പെടുത്തുകയുമായിരുന്നെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. സലീനയ്ക്ക് പിന്നാലെ ലൈലയും 4 സഹോദരങ്ങളെയും കൊലപ്പെടുത്തി. പിന്നീട് സ്വദേശമായ കശ്മീരിലേക്ക് കടന്ന പർവേസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കുറ്റം സമ്മതിച്ചത്. സലീനയുടെ 3ാമത്തെ ഭർത്താവാണ് പർവേസ് തക്ക്. കേസിൽ പർവേസ് തക്ക് കുറ്റക്കാരനാണെന്ന് ഈ മാസം 9-ന് കോടതി കണ്ടെത്തിയിരുന്നു. കൂട്ടക്കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് പ്രതിക്ക് കോടതി വധശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 മുംബൈ. കോഴിക്കോട് നാദാപുരത്ത് അപകടകരമായ രീതിയിലുള്ള വിദ്യാർത്ഥികളുടെ കാർ യാത്രയുടെ ദൃശ്യങ്ങളിലേക്കാണിനി. കല്ലാച്ചി വളയം റോഡിലാണ് അമിത വേഗതയിൽ പിന്നിലെ ഡോറിലിരുന്നും പാട്ടുപാടിയും അപകടമുണ്ടാക്കും വിധം കാർ ഓടിച്ചത്. വിദ്യാർത്ഥികളുടെ കാർ യാത്രയുടെ ദൃശ്യങ്ങൾ പിന്നിൽ യാത്ര ചെയ്തവർ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. കനത്ത മഴയ്ക്ക് പിന്നാലെ ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോഴാണ് അപകടയാത്ര നടത്തിയത്.
എടുത്ത് കുടുങ്ങിയില്ല. പണി കിട്ടും. ഇപ്പൊ ഇട്ട് കൊടുക്കും. കൗമാരപ്രായത്തിലെ സാഹസികതകൾ കുസൃതിയായി കാണാനാകില്ല. നിയമം ലംഘിക്കുന്നത് ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് ഫെഡറൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.